ഹെഡ്സ് അപ്പ്, അല്ലെങ്കിൽ വെടിവെക്കും ഞാൻ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. ചെയ്യാൻ മാത്രം ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്ത ചിങ്കൻ സാർ, അത് പറ. ഇന്ന് ഞാൻ ഇതുവരെ കള്ളന്മാരും പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ നിങ്ങളെ വെച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാണ്. കലിയ കയറ് പൊട്ടിച്ച് വരുന്നുണ്ട്. ഭയങ്കര ദേഷ്യത്തിലാ. ഇപ്പൊ എന്താ ചെയ്യാ സാറേ? ഇതുപോലത്തെ കാലങ്ങളെ ഞാൻ ഒരുപാട് മെരുക്കിയിട്ടുണ്ട്. പേടിക്കണ്ട പൊന്നു പെങ്ങളെ, ഞങ്ങള് പുലിയെയും കടുവയെയും പിടിക്കുന്നവരാ. പിന്നെ അല്ലേ ഈ കുരുപൊട്ടിയ കാള. ധൈര്യമായിട്ട് ആ കാളിയ ശരിക്കും അപകടകാരിയാ. ഞങ്ങൾക്ക് ഒരു കാലിയായും പേടിയില്ല. ഈ കാളയൊക്കെ അടക്കാന്ന് വെച്ചാ ഒരു പൂപ്പറിക്കുന്ന സമയം മതി എനിക്ക്. മതി, നീ ഒന്ന് സ്വബോധത്തിലേക്ക് വാ. നീ പറയുന്നതൊക്കെ അവൻ കേൾക്കുന്നുണ്ട്. ചിലപ്പോ അവനത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. ആർക്ക് ഇഷ്ടമാവില്ലെന്നാ നീ പറയുന്നേ? ആ കാളയ്ക്കോ? അതിന് ധൈര്യമുണ്ടെങ്കിൽ എന്നോട് മുട്ടി നോക്കാൻ പറ. അത് ശരി, അപ്പൊ നിങ്ങള് കാളയെ പിടിക്കാൻ വളരെ മിടുക്കന്മാരാണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ നല്ലൊരു പണി തന്നില്ലെങ്കിൽ എന്റെ പേര് കാലിയാന്നല്ല. ഇപ്പൊ ഓടിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഓടാൻ പറ്റില്ല. അവൻ യുദ്ധത്തിനുള്ള കാഹളം മുഴക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ കാളകളും യുദ്ധത്തിന് കാഹളം മുഴക്കാൻ തുടങ്ങിയോ? എന്റെ അമ്മോ രക്ഷിക്കണേ, അമ്മച്ചി രക്ഷിക്കണേ, കാളക്കുട്ട എന്നെ വിടണേ, എന്നെ വെറുതെ വിട്ടേക്കണേ. ഈ കാലി എന്നെയാണല്ലോ നോട്ടമിട്ടിരിക്കുന്നത്. ഓടിക്കോ. ആ കാളക്കുട്ടൻ എവിടെ പോയി? ആർക്കറിയാം, ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. എന്നെ കൊന്നേ. നിങ്ങൾ അവൻ ഇവിടെ തപ്പിട്ടൊന്നും കാര്യമില്ല. അവൻ താഴെയുണ്ട്, കണ്ടോ? എന്റെ അമ്മച്ചി രക്ഷിക്കണേ. മോട്ടു, ഒന്ന് വേഗം എന്തെങ്കിലും ചെയ്യ്, അല്ലെങ്കിൽ ഇവൻ നമ്മളെ ആകാശത്ത് പറപ്പിച്ചുകൊണ്ടേയിരിക്കും. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടാ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. എന്റെ അമ്മോ, എന്തിനൊന്ന് വേഗം ആലോചിക്കാൻ പറ്റുള്ളൂ. അതിനാലോചിക്കാൻ ഒരു സമയം തന്നാലല്ലേ, ഇവൻ നിലത്ത് നിർത്തിയാലല്ലേ ആലോചിക്കാൻ പറ്റൂ. ഐഡിയ, ആകാശത്ത് കൂടെ തന്നെ ഓടിക്കോ. രക്ഷപ്പെട്ടോ. എന്റെ വല്യേട്ടാ, ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങൾ ആകെപ്പാടെ പ്രശ്നത്തില. ഓ മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, നീ എന്താണ് ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? ആദ്യം കാളയെ മെരുക്കുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതേ കാള ഇപ്പൊ ആളുകളെ എങ്ങനെ ഓടിക്കാന്നുള്ള കാര്യം മനസ്സിലാക്കി തന്നോണ്ടിരിക്കുക. ഒരു കാള ഞങ്ങളെ വിടാതെ ഓടിച്ചിട്ടിടിക്കുക. രക്ഷിക്കണം ചേട്ടാ. അവൻ ഞങ്ങളെ ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് എത്തിക്കുക. അവനൊരു ഭീകരൻ തന്നെയാണ്. അതെ, നീ ഇതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുത്. കാളയെ മെരുക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ. ഡോക്ടർ ജഡ്ക, കാളടുത്ത് രക്ഷപ്പെടാൻ ഇവനൊരു പടച്ചട്ട കൊടുക്കും. നീ അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട സഹോദര. നീ എന്റെ പ്രിയപ്പെട്ട ചങ്കല്ലേ. ഞാൻ തരാൻ പോകുന്ന സാധനം ധരിക്കുവാണെങ്കിൽ കാള നിന്നോട് മുട്ടി ക്ഷീണിച്ച് സ്ഥലം വിട്ടോളും. ചുറ്റുവട്ടത്തൊന്നും കാണുന്നില്ല. ആഹാ, അത് ശരി. അപ്പൊ ഇങ്ങനെ ഒളിച്ചും പാത്തും വരികയാണല്ലേ? കുറച്ചു മുമ്പ് വരെ നിങ്ങള് കാളയെ പിടിക്കുന്നതിനെ പറ്റി വലിയ ക്ലാസ് ഒക്കെ എടുക്കുമായിരുന്നല്ലോ. ഇപ്പൊ എന്നാ പറ്റി? എന്റെ തിളപ്പൊക്കെ തീർന്ന. ഇപ്പൊ തിളപ്പ് മുഴുവൻ തീർന്നു അല്ലേ? വേഗം ഓടിക്കോ, ദേ അവൻ പുറപ്പെട്ട് കഴിഞ്ഞു. ഇതെന്ത് ഡ്രസ്സാ എന്നെ കൊണ്ട് ഇടിയിപ്പിച്ചത്? എനിക്ക് ഓടാൻ പറ്റുന്നില്ലല്ലോ. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. പോലീസിനെ വിളിക്കേ. മോട്ടോ, പോലീസിനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ കേസ് അവർ ഏറ്റെടുക്കില്ല. മുകളിലുള്ളവനെ നല്ലോണം വിളിച്ചോ, അവൻ എന്തെങ്കിലും വഴി കാണിച്ചു തരാതിരിക്കില്ല. അല്ലെങ്കിൽ ഈ ഡോക്ടർ ജഡ്കയുടെ സാധനം ഒന്നിനും കൊള്ളത്തില്ല. ഡോക്ടർ ജഡ്ക, മോട്ടോ ഈ വഴി എങ്ങാനും വന്നിരുന്നോ? ഇതുവരെ എത്തിയിട്ടില്ല. എന്നാ ഇപ്പൊ വന്നോളും. രക്ഷിക്കണേ. വന്നു. പൊളിച്ചെടുത്തല്ലോ. നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു വഴിയില്ല ഞങ്ങളെ പറഞ്ഞു തന്നത്. ഇപ്പൊ നിങ്ങളെന്താ ഞങ്ങളെ കൊല്ലാൻ നോക്കണോ?
എന്റെ നടുവൊടിഞ്ഞു. ആ, എന്റെ രോഗികളാണ് സത്യം. ഞാൻ ഇനി ഒരിക്കലും നിങ്ങളെ സഹായിക്കാൻ വരില്ല. വലിയേട്ടാ രക്ഷിക്കൂ. അവൻ ഞങ്ങളെ വിടുമെന്ന് തോന്നുന്നില്ല. എന്താന്നറിയില്ല, അവൻ എന്നെ തന്നെയാണ് കുറി വെച്ചിരിക്കുന്നത്. ഓ മോട്ടു, നീ ഇങ്ങനെ കരയല്ലേ? എന്തിനാ ഇത്രയ്ക്ക് വിഷമിക്കുന്നത്? നീ പോയ ഡ്രമ്മിന്റെ അടിയിൽ ഒളിക്ക്. ഞങ്ങള് പറയുന്നത് വരെ പുറത്തു വരണ്ട കേട്ടോ. ഡോക്ടർ ജഡ്ക, ഇതാണ് ഞാൻ പറഞ്ഞ കാലിയ. കാലിയ, ഇതാണ് ഡോക്ടർ ജഡ്ക. പിന്നെ ഇതാണ് ഗസീറ്റാറാം. എന്നാ നിങ്ങൾ എല്ലാരും വർത്താനം പറഞ്ഞിരിക്കെ, ഞാൻ ഇപ്പൊ വരാവേ. എന്റെ അമ്മേ. അതെന്തായാലും നന്നായി, ഇവിടെ എനിക്ക് ഇഷ്ടായിട്ടോ. എടോ സീതാറാമേ, ഇനി ഇവിടെ നിന്നാ ഇത് നമ്മളെയും ചമ്മന്തിയാക്കും. വാ ഓടിക്കോ. അതെ, ഓടുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ. ഓ ബത്ലു, എന്റെ കൂട്ടുകാരാ, ഇതെന്തിനാ എന്നിട്ട് ഇങ്ങനെ ഓടിക്കുന്നത്? ഇവൻ മോട്ടുവിനെ തപ്പി ഇറങ്ങിയതാ. ഇവൻ എന്തായാലും മനസ്സിലായിട്ടുണ്ട് മോട്ടുവിനെ നമ്മളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. കണ്ടില്ലേ? പൊളിച്ചെടുത്തല്ലോ എന്റെ അമ്മച്ചി, എന്നെ രക്ഷിക്കണേ. എന്നെയൊക്കെ പഞ്ഞിക്കിടണോ അതോ വെറുതെ വിടണോ? പറ, നിന്നെ ഞാൻ എങ്ങനെയാണ് പരിഗണിക്കേണ്ടതെന്ന്. പറയാം, ഞാൻ എല്ലാം പറയാം. അതാ ആ ഡ്രമ്മിനടിയിലുണ്ട് പോട്ടു. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. എങ്ങോട്ടാണോ ഓടണത്? നീയൊക്കെ കാളയെ പിടിക്കാൻ ഭയങ്കര മിടുക്കനാന്നല്ല പറഞ്ഞത്. ചിങ്കം സാറേ, എത്രയും പെട്ടെന്ന് മോട്ടുവിനെ രക്ഷിക്ക്. അവന്റെ ജീവൻ അപകടത്തിലാണ്. എന്റെ അമ്മോ, ഇപ്പൊ ആരാ ജീവൻ ആപത്തിൽ കുടുങ്ങിയിരിക്കുന്ന? ഇതാദ്യം പറ. നീ ഒന്ന് പുറകെ നോക്ക്. കാള പുറകെ വരുന്നുണ്ടോ? ഒന്ന് പിന്നിലോട്ട് നോക്ക്, കാലിയെങ്ങാനും വരുന്നുണ്ടോന്ന്. ഓ, വരുന്നൊന്നും ഇല്ലെന്ന്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ കൂട്ടുകാരെ. നമ്മൾ ഇതിന് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തേ പറ്റൂ. പേടിക്കരുത്, നമ്മളൊക്കെ മനുഷ്യരാണ്. ഈ മനുഷ്യൻ തന്നെയാണ് ഭൂമിയെയും ജലത്തെയും പിന്നെ ആകാശത്തെയും കീഴടക്കിയത്. നമ്മൾ ഒരിക്കലും ഒരു കാളയെ പേടിക്കരുത്. അവൻ ഇടിച്ചിടിച്ചെന്നെ പഞ്ചറാക്കി കളഞ്ഞില്ലേ? എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാക്കി കളഞ്ഞില്ലേ അവൻ? എന്തെങ്കിലും ഒന്ന് ചെയ്യൂ, നിങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. അതെ, എനിക്ക് കാള മെരുക്കുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ. ചിങ്കത്തിനടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. പിടിച്ചിരിക്കുന്നു. ഇവനെ കെട്ടിയിട്. ഇവൻ ഒരുപാട് നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്റെ അമ്മച്ചി. ഇതാ ഈ പച്ച കളറിൽ കാണുന്നില്ലേ? ഇതൊരു കെണിയാണ്. ഇതില് മരത്തിന്റെ കമ്പും പുല്ലും ഒക്കെ വെച്ച് മറച്ചിരിക്കുകയാണ്. മോട്ടു കാളയെ ഓടിച്ച് ഈ കുഴിയുടെ അടുത്ത് വരെ എത്തുമ്പോൾ കെണി കാള കാണത്തില്ല. മോട്ടു കെണിയുടെ അടുത്തെത്തുമ്പോ ഈ സൈഡിലേക്ക് ഓടി മാറണം. അപ്പോ കാള വന്ന് കെണി വീണോളും. എങ്ങനെയുണ്ട്? എന്തോ കുഴപ്പമുണ്ട്. ഒന്നിൽ എന്റെ അടിമേടിച്ച് ഇവന്മാരുടെ തലച്ചോറിന് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഇവന്മാരെ കണ്ട തള്ളേ കലിപ്പ് തീരണില്ലല്ലോ. അല്ലേ പിന്നെ ഇത് ഇവന്മാരുടെ വല്ല കെണിയാണോ? വരുന്നിടത്ത് വെച്ച് കാണാം. എങ്കി വാ, ധൈര്യമുണ്ടെങ്കി വാ. പൊളിച്ചേ. ആ കാളയ്ക്ക് അറിയില്ല ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. താൻ കുഴിച്ച കുഴിയില് താൻ തന്നെ വീണൂന്ന് കേട്ടിട്ടില്ലേ? ഇറ്റ്സ് പാർട്ടി ടൈം.